ഞാൻ എൻ്റെ പിതാവ് മാനസാറോട് ഒരു ആത്മബന്ധമുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്കൊരു 8-10 വയസ്സുള്ളപ്പം നമ്മുടെ പരവാസോലിക്ക് മനസ്സാർ വന്നു. അന്ന് കൂടത്തിൽ പിടിച്ചൊരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിങ്ങനെ ഇപ്പോഴും മാനസാർ നമ്മൾ കാണുന്നു ആത്മബന്ധം. ഞാൻ KFC-യിൽ വന്നു. മാനസാർ മഞ്ഞക്കടമ്പിലെ ഔസേപ്പച്ചൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഒരു വാത്സല്യം. അങ്ങനെ വന്നു. ഞാൻ യൂത്ത് ഫണ്ട് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കരൂര് വരാൻ ആഗ്രഹിച്ചു. സാർ യൂത്ത് ഫണ്ട് പാലാ നിയോജക പ്രസിഡന്റ് ആക്കി. അതിനുശേഷം ഞാൻ പലവൂർ സർവീസ് സാറിൻ്റെ ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാനൊരു സീറ്റ് ചോദിച്ചു. ഫിലിപ്പ് സമ്മതിച്ചില്ല, തന്നില്ല. ആണ് സാർ ആകുന്നു പോകുന്നു പറഞ്ഞു. ഫിലിപ്പ് അവൻ സീറ്റ് കൊടുക്കുക, സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അടുത്ത പ്രാവശ്യം എന്നെ വെട്ടും, സാറ് നോക്കണം, ഞാൻ നോക്കിക്കോളാം. പഞ്ചായത്തിലെ സീറ്റ് വന്ന് വാർഡ് ഡെലിമിറ്റേഷൻ വന്നപ്പോൾ എൻ്റെ വാർഡ് ജനറൽ ഞാൻ പോയി വേണം സാറേ പ്രാവശ്യം എങ്ങനെ സീറ്റുണ്ടോ, നീ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. സുരേഷിനെ കൊണ്ട് ഫിലിപ്പ് പറഞ്ഞു ഇത് മാത്രമേ ചോദിക്കാവുള്ളൂ. ചോദിച്ചു. ലാസ്റ്റ് പ്രശ്നമായി. ലാസ്റ്റ് കുര്യൻ ജോയി മാനസാണ് പറഞ്ഞത് ഇപ്പോഴും ഞാൻ കേൾക്കുന്നു, സാറേ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു മണ്ഡലം പ്രസിഡന്റ് ഒരു നായരാ, അവൻ പാർട്ടി വിട്ടു പോകുന്നു, ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ സാറിൻ്റെ കാര്യം ചെയ്യേ. സാറിൻ്റെ പയ്യന് 2 ചിഹ്നം കൊടുത്തു, ഞാനിവന് കൈപ്പത്തി ചിഹ്നം കൊടുക്കാം, സൗഹൃദ മത്സരം നടക്കട്ടെ എന്ന് കുര്യൻ ജോയി നിർദ്ദേശം വെച്ചു. മാനസാർ ചോദിച്ചു, സജീവനെ ഏടാ ഇങ്ങനെയാണ് പറയുന്നത് സൗഹൃദ മത്സരം. ഞാൻ പറഞ്ഞു, സാർ ആയിക്കോട്ടെ സാറേ. സാർ സ്വീകരിച്ചു. എനിക്ക് എൻ്റെ പാർട്ടിയുടെ 2 ചിഹ്നം ഞാൻ പോസ്റ്റ് ഒട്ടിച്ച ഞാൻ ഇടിയുണ്ട ഈ പാർട്ടിയുടെ 2 ചിഹ്നത്തിൽ മത്സരിക്കാൻ യോഗ്യത എൻ്റെ വാർഡിലില്ലെങ്കിൽ എനിക്ക് സീറ്റ് വേണ്ട, അതുകൊണ്ട് എനിക്ക് വേണമെന്നു. അങ്ങനെ വീണ്ടും മാനസാറിനെ വിളിച്ചു പറഞ്ഞു, സജീവനെ എടാ നമ്മൾ തോറ്റുപോയ എന്നാ ചെയ്യും? കാരണം ഫിലിപ്പ് എനിക്കെതിരാ, അവിടുത്തെ സീനിയർ നേതാവ് എനിക്കെതിരാ, തോറ്റുപോയാൽ എന്ത് ചെയ്യും? സാറേ തോക്കില്ല. ബ്ലൂമൂണിലേക്ക് വീണ്ടും എന്നെ വിളിച്ച് കെട്ടിപ്പിടിച്ച് സാർ നിനക്ക് നീ എൻ്റെ നമ്മുടെ പയപ്പാറ നമ്മുടെ ചങ്ക നീ മത്സരിക്കും. ഞാൻ സാറേ എനിക്ക് ചങ്കും വേണ്ട കരളും വേണ്ട, എൻ്റെ വാർഡ് എനിക്ക് കിട്ടുള്ളൂ, അതിനുള്ള യോഗ്യത എനിക്കില്ല, എനിക്ക് സീറ്റ് വേണ്ട എന്ന് പറയുമ്പോൾ മാനസാർ എനിക്ക് സീറ്റ് തന്നു. സീറ്റ് തരിക മാത്രമല്ല ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി അപ്പോൾ എന്നോട് ചോദിച്ചെന്ന് അത്യാവശ്യം എല്ലാ സഹായങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അല്പം സാമ്പത്തികം കൂടെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ടെങ്കിലും അദ്ദേഹം ചെയ്തു, അത് മറക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ വിളിച്ചു, നീ ഇവിടെ അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ ചെന്നപ്പം പറഞ്ഞു, നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു, നീ അത്യാവശ്യം വിളിക്കേണ്ട ഒരു ഫോൺ നമ്പർ തരാൻ പറഞ്ഞു. ഞാൻ അവിടുത്തെ ആളുകളുടെ ഫോൺ നമ്പർ കൊടുത്തു. ആണ് സാറ് വിളിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നമ്മുടെ സജീവനെ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ജയിക്കുന്നവരെ മനസ്സോർ ഇങ്ങനെ ആശങ്കയായിരുന്നു. അപ്പോൾ അങ്ങനെ ജയിപ്പിച്ചു. അന്ന് കുഴിളമ്പലിപ്പിൻ്റെ ആൾ പഞ്ചായത്ത് പ്രസിഡന്റ് പുള്ളിയുടെ ഒരു കൊല്ലാനി അപ്പച്ചനത്, അയാൾ തോറ്റുപോയപ്പോൾ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് എനിക്കും കൂടെ ഏറെ അവസരം ബെന്നി മുണ്ടത്താനും ഞാനും ഉള്ളൂ. അപ്പോൾ ബെന്നി മുണ്ടത്താനത്തിനെ പുള്ളി പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ആ കൂടെ കൂടി മലൂറുകാരനാണ്. അപ്പം പറഞ്ഞു, ബെന്നി മുണ്ടത്താനം പറഞ്ഞു എനിക്ക് ആദ്യത്തെ മുഴുവൻ വേണമെന്നില്ല പറഞ്ഞു. മനസ്സിൽ അത് നടക്കത്തില്ല, നീ സീനിയർ എന്നെ കളിച്ച് പ്രായക്കൂടുതലുണ്ട്, അവനെ മാറ്റിയിട്ട് എന്നെ യൂത്ത് ഫണ്ട് നിയമം പ്രസിഡന്റാക്കിയത്, അതുകൊണ്ട് ബെന്നി മുണ്ടത്താനം ആദ്യത്തെ 2 വർഷം സജീവ ഞങ്ങൾ 2 വർഷം പ്രഖ്യാപിച്ചു. എന്നിട്ട് ബെന്നി മുണ്ടത്താനം മാറാതെ ബലം പിടിച്ചപ്പോൾ മാനസാർ വിരട്ടി മാറ്റി എന്നെ ബലമായിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിർപ്പണം. ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് തോപ്പിച്ചാൽ അവർ വോട്ട് ചെയ്യാൻ തോന്നുന്നു, അതെല്ലാം അതിജീവിച്ചെന്നെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി. അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സീറ്റ് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് അന്നും ഈ സുരേഷ് വൈരാഗ്യം ഉണ്ടായിരുന്നു, അദ്ദേഹം വീണ്ടും നോമിനേഷൻ കൊടുത്തു, വേറെ ആളെ കൈപ്പത്തഞ്ചിൽ മത്സരിപ്പിച്ചു, 10-7 വോട്ട് പിടിച്ചു. പക്ഷേ ഞാൻ ജയിച്ചു, 1500 അവിടെയും ജയിച്ചു. സാറേ ഞാൻ 10 പ്രാവശ്യം സാറെ കാണാൻ വന്നു. സാറേ എന്നെ എവിടെ കൊണ്ടാണ് നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി. വേറെ ഭാഷകളെ ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ള സാറിനോട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം സാറിന് സമയമുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എനിക്ക് തന്നേരെ, ഒറ്റ പ്രാവശ്യം വരെ കൊണ്ട് ഞാൻ നിർത്തുക തന്നു പരിപാടി. പിന്നെ അതിൻ്റെ പ്രശ്നം എനിക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എപ്പോൾ പറഞ്ഞു സാറ് വന്നേക്കാൻ പറഞ്ഞു, നീ നാളെ വൈകിട്ട് 5 മണിക്ക് വന്നേക്കാൻ പറഞ്ഞു. 5 മണിക്ക് KM മാണി സാറ് ഞാനും മാത്രം ഇരിക്കും. ഞാൻ പറഞ്ഞു, സാറേ മിനിങ്ങാന്ന് ഇന്ന സമയത്ത് ഇന്ന ആളുകൾ മാണി ഇടത്തും വലത്തും നിന്ന് മഞ്ഞക്കടമ്പം കുറച്ചു തന്നെ സാറോട് പറഞ്ഞു നിൽക്കും. എടാ അത് എടാ എൻ്റെ അതൊക്കെ ഒരു കുറ്റം എന്ന് പറയും, എൻ്റെ ഇടത്തെ ചെവി കൂടെ കയറിയത് വലത്തെ ചെവി കൂടെ പോയടാന്ന് പറഞ്ഞു. ഞാൻ പറയില്ല, അത് മാണി നടുക്ക് ഇങ്ങനെ വിലങ്ങി നിൽക്കുക, അതിന് പോയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഭാര്യയില്ലോ. ഞാൻ പറഞ്ഞു, സാറിൻ്റെ സ്വന്തം മകൻ ജോസ് കെ മാണി 1 വർഷം മുമ്പ് നടന്ന ഇതേ പാലാ നിയോജക മണ്ഡലത്തിൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ 22,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാറിന് 4,500 ഉണ്ടെങ്കിൽ ജോസ് കെ മാണി ഏതാണ്ട് ഒരു 18,000 വോട്ട് വാരിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജോസ് കെ മാണി വാരിയിട്ടുള്ള പോലെ ഞാനും വാരിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കേട്ടതേ ഇരുന്ന് മാണി സാർ ചാടി എന്നെ കെട്ടിപ്പിടിച്ചു. മോനെ എടാ ആരെന്നാ പറഞ്ഞാലും പേടിക്കേണ്ട, ഞാൻ കൈവിടുകയില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പുള്ളി ആശ്ലേഷിച്ചു. അന്ന് ആ വിഷയം തീർന്നു. അത് കഴിഞ്ഞിട്ട് ഈ PCOർ പോയി കഴിഞ്ഞപ്പോൾ ഞാനല്ല യഥാർത്ഥത്തിൽ സീറ്റ് ചോദിക്കാൻ പോയില്ല, എനിക്ക് പേടിയാണ് ചോദിക്കാൻ. അസംബ്ലി സീറ്റൊക്കെ ചോദിക്കാൻ യൂത്ത് ഫണ്ട് ജില്ലാ പ്രസിഡന്റ് മാത്രമാണ്. അപ്പോൾ എനിക്ക് യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഒരു ടൈം വെച്ചിട്ടുണ്ട്, ഈ അസംബ്ലി ഇലക്ഷൻ ആകുമ്പോൾ ഞാൻ ആകണ്ടു. അപ്പോൾ ഞാനിങ്ങനെ എന്താ പാലായിലെ കട ഒക്കെ തുടങ്ങിയായിരുന്നു, കടയെല്ലാം തീർന്നു, ക്ലോസായി. അപ്പം അവിടെ എനിക്കിപ്പം ഒരു മാത്തുക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം മണിയൂർ ജോസ് കെ മാണി വലിയ ആളാണ്. അപ്പോൾ അവൻ സമ്മതിക്കുമെന്ന് എനിക്കത്തില്ല, അവൻ സമ്മതിക്കാൻ പറ്റില്ല, മനുഷ്യനില്ലേ. അവൻ എന്നെ വിളിച്ചു, സജീവൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കടയിലുണ്ടെന്നു, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവൻ ചെന്ന് മണസാറിൻ്റെ അടുത്ത് പോയിട്ട് മണസാറിന് ഇവിടുന്ന് വിളിച്ചത്. മണസാറിന് പറഞ്ഞേ, സാറേ നമുക്ക് പ്രാവശ്യം പൂഞ്ഞാറ് പിടിക്കണമെന്ന് തോന്നുന്നു, ആരാടാ സ്ഥാനാർത്ഥി ചോദിച്ചു. അവൻ സിൻസിയറായിട്ട് പറഞ്ഞു, സാറേ നമുക്ക്
KM ജോർജ് പൂഞ്ഞാറിലെ MLA ആയിരുന്നു. KM ജോർജിൻ്റെ മാരെ മത്സരിപ്പിച്ചാൽ, ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിച്ചാൽ ചിലപ്പോൾ ജയിക്കുമായിരിക്കും തോന്നും. അത് പുള്ളി പറഞ്ഞു അതൊക്കെ നിൽക്കട്ടെ, വേറെ ഞാൻ എനിക്ക് ചില ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. ഞാനൊരു യുവജന നേതാവിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവനെ പിടിക്കുന്നു, പൂഞ്ഞാർ പിടിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു വേറെ അതിന് പൂഞ്ഞാറിൽ അതിനെ പറ്റിയ പിള്ളേരൊന്നും ഇല്ലല്ലോ, പിന്നെ വല്ല ഒച്ചം വെള്ളം വെക്കുന്ന മഞ്ഞക്കടമല്ലേ ഉള്ളൂ ചോദിച്ചു. ഞാൻ ജില്ലാ പഞ്ചായത്തിനും യൂണില്ല നിറഞ്ഞിരിക്കുന്ന സമയമാണ്. അവനെ തന്നെ തീരുമാനിച്ചു, അവനോട് കുഴപ്പമെന്ന് ചോദിച്ചു. ഒരു കുഴപ്പമൊന്നുമില്ല. ഏതായാലും മാത്തുക്കുട്ടി എടുത്ത് രാവിലെ മാനസാർ പറഞ്ഞില്ല, ഞാൻ ഉച്ച കഴിഞ്ഞ് മാനസാറിനെ കണ്ടേക്കാം. ഞാനതിന് ഉച്ച കഴിഞ്ഞ് മാനസാറിനോട് മാത്തുക്കുട്ടി പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ല. സാറേ ഞാൻ പറഞ്ഞു ജോർജ് പോയില്ലോ, സാറേ എനിക്കൊരവസരം തന്നാൽ ഞാൻ പിടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇന്ന മാസമാണല്ലോ ഞാൻ യൂത്ത് സ്റ്റേറ്റ് പ്രസിഡന്റ് ആകണ്ടേ, പ്രിൻസ് മാറിയിട്ട് മുഹമ്മദ് ഇക്ബാലും പ്രിൻസ് ആയി ഞാനും. നീ എന്താണ് പ്രസിഡന്റാണ് ഇന്നത്? അതെ ഉത്തമണ്ടാക്കി അവിടെ നിൽക്കട്ടെ, നീ ജില്ലാ പ്രസിഡന്റല്ലേ, ഇത് പൂഞ്ഞാർ കോട്ടയം ജില്ലയിലെ സീറ്റ് തരാൻ എനിക്കറിയാമെന്നു. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ പൈസ ഒന്നും അതിൽ ഇല്ല, ഞാൻ ഓടി സീറ്റ് എന്നുള്ള ഉദ്ദേശം ഓടുകയുള്ളൂ, നീ ധൈര്യമായിട്ട് പോകും, ഞങ്ങളുടെ ആരോടും മിണ്ടണ്ട അപ്പം തിരക്കുമെന്ന് തോന്നുന്നു. ഞാൻ ആരോടും അധികം മിണ്ടിയില്ല. അടുത്ത 2 സുഹൃത്തുക്കളോട് മാത്രം ഷെയർ ചെയ്തു. ഞാൻ കുടുംബസമയം ഞങ്ങൾ വേറെ അങ്ങനെ വേളാങ്കണ്ണിക്ക് പോയി. വേളാങ്കണ്ണി പള്ളി നിൽക്കുമ്പോൾ ജോസ് കെ മാഡി നിഷേധിക്കാൻ പറ്റും, ജോസ് കെ മാഡി ചോദിച്ചു നിൽക്കും. പള്ളി നിൽക്കുമ്പോൾ ജോസ് കെ മാഡി ഫോണ് സജീവൻ എവിടെയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേളാങ്കണ്ണി പള്ളിയിലാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ കാഞ്ഞിരപ്പള്ളി TV യിലുണ്ട്, ജോളി മെടുക്കുഴി ജോർജിന് അങ്ങനെ സാഹചര്യം എന്താ പറയുക യൂത്തിൻ്റെ അവരെല്ലാം ഉണ്ട്. സജീവ് കൂടെ വന്നിട്ട് മുമ്പ് നിന്നിട്ട് എല്ലാ വീടും കയറണം, PC ജോർജ് നമ്മളെ പറ്റിച്ച് പോയ കാര്യങ്ങൾ പറയണം നമുക്ക് പിടി. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ നാളെ അങ്ങ് വരാം, അന്ന് നേരിട്ട് സംസാരിക്കാം. മാണിസാറിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. പിറ്റേ ദിവസം വന്നാൽ പുള്ളി ഇവിടെ താമസിക്കുന്നത്. ഞാൻ ചെന്ന് എല്ലാവരും പോയി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു മോനെ മാണിസാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്ക് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട്. അത് ഞാൻ ജോനെ ഈ മത്സരിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് ഒരു അവസാനം ഇല്ലെന്ന് പറയും. അച്ചാച്ചെല്ലാം പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വല്ലതും പേടിക്കണോ? മാണിസാറും ജോസ് കെ മാണിയും പറഞ്ഞു ജോസ് കെ മാണി നിഷേധിക്കട്ടെ, ഈശ്വര വിശ്വാസിയാണെങ്കിൽ പുള്ളി നിഷേധിക്കുകയില്ല, അതോട് ഞാൻ പറഞ്ഞു നിഷേധിക്കുകയില്ല പുള്ളി. അത് കഴിഞ്ഞ് ഞാൻ വർക്ക് തുടങ്ങി. അപ്പോൾ ഇതിന് എനിക്ക് സീറ്റാണെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ബേബി ഉറുമ്പുകാട്ടുന്ന കടനാട് മണ്ഡലം പ്രസിഡന്റുമാണ് പുള്ളി ഈ കാഞ്ഞിരപ്പള്ളി സർവീസ് AD ബാങ്കിൻ്റെ സെക്രട്ടറിയാണ്. ഒരു ദിവസം മാനസാറിൻ്റെ വീട്ടിൽ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരെ ഞാനും ഉണ്ട്. ഞാൻ അങ്ങനെ ഇറങ്ങി വണ്ടിയൊക്കെ കയറിയപ്പോഴത്തേനും ഉറുമ്പാട്ട് ബേബി മാനസാർ അത്തോട് വിളിച്ചിട്ട് പോയി. ഞാൻ മഞ്ഞക്കടനെങ്കിലും ഇടാന്ന് പറഞ്ഞു. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി പോയാൽ ഓടി വന്നതിനെ ആട്ട് വിളിച്ചു. ഞാൻ ചെന്നു, ബേബി ഉൾപ്പാട് ഇപ്പോൾ ജീവിച്ചിട്ട് പോയി ചോദിച്ചു നോക്കൂ, ബേബി ഇത് നീ കാഞ്ഞിരപ്പള്ളി നിന്നുകൊണ്ട് മഞ്ഞക്കടമ്പൻ അവിടെ പൂജാരം മത്സരിക്കുന്നത്, അവൻ അവിടെ ഇറങ്ങാനുള്ള എല്ലാ ക്രമീകരണവും നീ തോന്നുന്നു ചോദിച്ചാൽ ഞെട്ടിപ്പോയി. ഭയങ്കര സന്തോഷമായി പുള്ളിക്ക്. നല്ല മനുഷ്യനായിരുന്നു. ഒരു ദിവസം കർണാടക മണ്ഡലം കമ്മിറ്റിയാണ്, ഞാനും പോയി. കുഴികുളം ഫിലിപ്പ് എല്ലാവരും ഇരിക്കുക. ഈ ഇരിക്കുന്നത് നമ്മുടെ അഭിമാനമാണെന്ന് തോന്നുന്നു. ആരോടും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന നമ്മുടെ അഭിമാനമാണ്. സജി മഞ്ഞക്കടമ്പൻ അടുത്ത തവണ പൂഞ്ഞാറും മത്സരിക്കും. മാണസാറ് സ്ഥാനാർത്ഥികൾ നമ്മുടെ മഞ്ഞക്കടമ്പനെയാണെന്ന് ഇത് കേട്ടപ്പോൾ ഇത് പുറത്ത് വന്നപ്പോഴത്തേക്കും പൊളിഞ്ഞല്ലോ. അന്നേരം തുടങ്ങി കോടാലിയായിട്ട് ആൾക്കാർ ഇറങ്ങി വെട്ടാൻ. കോടാലിയും വട്ടവാളുമായിട്ട് നടക്കുകയായിരുന്നു. വെട്ടി ലാസ്റ്റ് മാണസാർ എനിക്കൊന്ന് തീരുമാനിച്ചു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പോയി പറഞ്ഞ പണി സാറേ അതിന് നമ്മുടെ മന്ത്രിക്ക് ചില പങ്കുണ്ട്, ഇപ്പോഴത്തെ മന്ത്രിക്ക് ചില പങ്കുണ്ട്. എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഉള്ള പോലെ വേണമല്ലോ, എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പിന്നെ അറിഞ്ഞ് ഇവർ കുഴിലും വലിപ്പവും കൂടെ ഓപ്പറേറ്റ് ചെയ്തു. സാറേ എന്നാ ഇടപാടാ, അവന് പൂഞ്ഞാറ് സീറ്റ് കൊടുത്താൽ അവൻ അവിടെ ജയിച്ചാൽ ഫുൾ ടൈം ഒരു MLA വണ്ടി പാലായി മാനസാറിൻ്റെ നെഞ്ചത്തോട് കൂടും. പിന്നെ തോറ്റാലും അടുത്ത പ്രാവശ്യം പാലാ ചോദിക്കുന്നത് ജോസ് കെ മാണി കുരിശില്ലേന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യത്തിൽ മാനസാർ തളർന്നു. പാവം മനുഷ്യൻ പുള്ളി ശരിയാ, ഇനി ഇത്രയൊക്കെ ഇനി ക്ലെയിം ചെയ്താലോ, ഞാനില്ലാത്ത സമയത്ത് അവൻ ക്ലെയിം ചെയ്താൽ സ്വാഭാവികമായിട്ടും സാറ് ചിന്തിച്ചു പോയി. അങ്ങനെയാണ് എൻ്റെ മുറുക്കി പിടിച്ചിരുന്ന കൈ സാറ് കൈയെ അയക്കുന്നത്. ഞാനതൊന്നും അറിയുന്നില്ല. അവസാനം ജോറിറ്റി അവസ്ഥയെ കൊണ്ട് സീറ്റ് കൊടുക്കുമ്പോഴാണ് അറിയുന്നത്. തകർന്നു പോയി. അന്ന് ആ സീറ്റ് എനിക്ക് തന്നായിരുന്നെങ്കിൽ പല സംഭവം ഉണ്ടായിരുന്നു. ആ ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ ബുദ്ധിമോശം കൊണ്ട് അന്ന് ഞാൻ മത്സരിച്ചു, ഞാൻ തോക്കുമായിരിക്കും. പിറ്റേ പ്രാവശ്യം ഇപ്പോൾ ജോസ് ടോമിന് വരെ ഞാൻ മത്സരിച്ചാൽ പാലായി ഞാൻ ജയിക്കും. ജയിച്ചാൽ സജീവ മഞ്ഞക്കടമ്പൻ എന്നാ പറയുന്നത്, MK ജോസഫിൻ്റെ പാലായുണ്ടെന്ന് പറയും. അതായത് ജോസ് കെ മാണി പാലായി മത്സരിക്കട്ടെ, ഞാൻ പൂഞ്ഞാറ് പൊക്കോളാന്ന് പറഞ്ഞത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ അറിയില്ലല്ലോ. അത് പിന്നെ അതൊക്കെ ജോസ് കെ മാണിക്ക് അത് ബോധ്യം വന്നിട്ടുണ്ട്. പുള്ളിയോട് പറവട്ടു പല ആളുകൾ വഴിയും ആ കാര്യങ്ങൾ പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ തിരിച്ചു തരണമെന്ന് ആഗ്രഹമൊക്കെ പുള്ളി പറഞ്ഞു. പക്ഷേ ഞാൻ തൽക്കാലം ഇല്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഇതാണ് സംഭവം. പ്രവർത്തനത്തിനെ സ്വർണം കൊണ്ട് പണയം വെച്ചും സ്ഥലം പണയം വെച്ചും സ്ഥലം വിറ്റുമൊക്കെയാണ് ഞാൻ രാഷ്ട്രീയം കളിച്ചത്. ഇന്നും ഞാൻ നിങ്ങളൊന്ന് പരിശോധിച്ചറിയാം, എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം എൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ. ഞാൻ ഇപ്പം എൻ്റെ അപ്പം മരിക്കല, അപ്പം പറഞ്ഞത് എത്രയും പെട്ടെന്ന് വില വെക്കാൻ പറയുന്നുണ്ട്. വെക്കണമെന്ന് ആഗ്രഹമാണ്. പക്ഷേ അതിന് നമ്മുടേതായ ചില കാര്യങ്ങൾ നടക്കണ്ടേ. അതിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്, അത് നോക്കുന്നത്. ഇപ്പം അതിൻ്റെ ഒരു കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പോയേനെ. എനിക്ക് 5 ഏക്കർ സ്ഥലം ഉള്ള ആളായിരുന്നു, 5 ഏക്കർ സ്ഥലം വീടുള്ള ആളായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഈ നരേന്ദ്രമോദി എന്നപ്പം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കുള്ള ഒരു സ്കീം തുടങ്ങി. സാർ എപ്പോഴും ഒരു പ്രശ്നം മഞ്ഞക്കടപ്പാ നീ മാതൃകയാവണം, നീ ആദ്യം കൊടുക്കുക, എന്നാലും ആക്കിലോട് കൊടുക്കുള്ളൂ. എല്ലാം എപ്പോഴും സാറ് പറഞ്ഞു എന്നാൽ പിന്നെ നോക്കിയേക്കാം. അതുകൊണ്ട് ഞാൻ KFC പോയി അല്ല ക്ലാസ് എല്ലാം കഴിഞ്ഞ് അപേക്ഷ കൊടുത്തപ്പോൾ ഇതെടുത്ത് ഞാൻ നേരെ ഇറങ്ങാൻ വേണ്ടി 20 ലക്ഷം രൂപ കിട്ടുള്ളൂ. നേരെ പോയി ഞാനൊരു ഷട്ടർ കിട്ടി, 3 ഷട്ടർ കിട്ടി. അത് ബുക്ക് ചെയ്ത് 15,000 രൂപ വാടക. അപ്പോൾ അപേക്ഷ കട്ടിയിരുന്നപ്പോൾ 100 നൂലാമാല എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ്
കേട്ടോ, എൻ്റെ ചേട്ടൻ്റെ മക്കളും എല്ലാം കൂടി 5 പേര് വേണം സമയത്ത്. ഞാൻ ചേട്ടൻ അപ്പോൾ ലോൺ പാസ്സാറായപ്പോൾ ഒരു KFC ചേട്ടൻ്റെ കൊച്ചിന് 18 വയസ്സുള്ളൂ, പറ്റിയ 21 വയസ്സുള്ള ആൾ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ വൈഫിന് എൻ്റെ കഷായത്തിന് രാമൂര് ബാങ്ക് ജോലി കിട്ടി. ഞാൻ പറഞ്ഞിട്ട് നീ ഒപ്പിടാൻ പറഞ്ഞു. അപ്പോൾ അവളോട് ചോദിച്ചു, ഇതിപ്പെട്ട പല കുരിശും ആവും, ഒരു കുരിശും ആകും, നീ ഒപ്പിടാൻ പറഞ്ഞു. അല്ല അവിടെ കൂടെ ഒപ്പിടിച്ച് കൊടുത്തു, അപേക്ഷ കൊടുത്തു, ലോൺ അനുവദിച്ചു. ലോൺ അനുവദിച്ച് 17 ലക്ഷം കിട്ടിയുള്ളൂ. 17 ലക്ഷത്തിന് ബാക്കി ഞാൻ 17 ലക്ഷം കടം വാങ്ങാൻ പറ്റുമോ? ബാക്കി എൻ്റെ സ്ഥലം, എൻ്റെ 2 ഏക്കർ സ്ഥലം കിടക്കണം. അതുകൊണ്ട് കരുതി ബാങ്കിൽ കൊണ്ടേ പണയം വെച്ച് 50 ലക്ഷം എടുത്ത് 10-70 ലക്ഷം രൂപ അവിടേക്ക് ഞാൻ കട തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ രാഷ്ട്രീയ എതിരാളി നമ്മൾ സുരേഷ്, എന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അന്ന് ഞങ്ങൾ ഫൈറ്റായിരുന്നു. പുള്ളി 2 ഏക്കർ വിവരാശം വെപ്പിച്ചു. വിവരാശം വെച്ചപ്പോൾ തൊഴിൽ ഉള്ള തൊഴിലില്ലാത്ത ആൾക്കുള്ള ലോൺ എടുത്തിരിക്കുന്നു. എൻ്റെ ഭാര്യ ഒരു വിജിലൻസിൽ കൊണ്ട് പരാതി കൊടുത്തു. SP ഇത് സർക്കാരിന് നഷ്ടം വരുത്തിയിട്ടില്ലെന്നും എൻ്റെ വസ്തു കൂടെ പണയം വെച്ചാൽ എടുത്തേക്കുന്നത്. അത് പറഞ്ഞാൽ ആ കേസ് റെഫർ ചെയ്ത് കളഞ്ഞു. പിന്നെയും നമ്മുടെ സുരേഷ് എന്ന് പറയാം, പിന്നെ ഈ നമ്മുടെ വിരിപ്പ് ഉൾപ്പെടെ ആളുകളുണ്ട്. കേരള കോൺഗ്രസ് അന്ന് ഞാൻ മാണിരൂപ്പിന് അകത്തുനിന്നുള്ള ആളുകൾ വിജിലൻസ് കോർട്ടിൽ കൊണ്ട് കൊടുത്തു പരാതി. വിജിലൻസ് കോർട്ടിൽ കൊടുത്തത് മാനസാറിൻ്റെ ബാർക്കോടൊക്കെ ഈ സമയമാണ്. വിജിലൻസ് കോർട്ടിൽ കൊടുത്തു. വിജിലൻസ് നോക്കുമ്പം നിയമപരമായ തെറ്റാണല്ലോ, തൊഴിലുള്ള തൊഴിലില്ലാത്ത ആളുകൾക്കുള്ള ലോൺ എടുത്തു. അപ്പോൾ അവർ കേസെടുക്കണമല്ലോ. കേസെടുത്തപ്പോഴത്തേന് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയെന്ന് പറഞ്ഞ് വലിയ വാർത്തയൊക്കെ വന്നു. മഞ്ഞക്കടമ്പനും ഭാര്യയും കൂടെ 20 ലക്ഷം തട്ടിയെടുത്തു. മനോരമായ വാർത്തയാണ്, തട്ടിപ്പ് കേസെന്നൊക്കെ പറയുന്നത്. തട്ടിപ്പ് ഞാൻ അവിടെ പത്രസമ്മേളനം നടത്തി. എൻ്റെ വസ്തു കൊണ്ടേ പണയം വെച്ചിട്ട് 15 ലക്ഷം രൂപ ലോൺ എടുത്ത് കടം അടക്കിയതുള്ളൂ. ഞാനെല്ലാം ബാങ്ക് കൊട്ടിച്ചിട്ടുള്ളത് പറഞ്ഞു. അതിൻ്റെ പത്രക്കാർക്കെല്ലാം മനസ്സിലായി. പിന്നെ ഒരാഴ്ച എന്നെ ഉപദ്രവിച്ചെങ്കിലും അതൊക്കെ നിന്നു.